ഇപ്പൊ ദിവ്യ എസ് അയ്യർ എന്നുള്ള ഒരു പേര് ഫേസ്ബുക്കിൽ കാണാനില്ല. അതോ വളരെ ഇങ്ങനെ പ്രൈവസി കീപ്പ് ചെയ്യുന്ന ആളാണോ? എന്താണ് അതിന്റെ ഒരു കാര്യം? ഫേസ്ബുക്കിലോട്ട് വലിയ താല്പര്യമില്ല. എനിക്ക് ഫേസ്ബുക്ക് പ്രൊഫൈലും ഇല്ല. കുറെ വർഷം മുന്നേ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത്, അതായത് ഓർക്കുട്ടൊക്കെ വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, ആദ്യമായിട്ട് വന്ന. അപ്പം ആ സമയത്ത് ഓർക്കുട്ടും ഫേസ്ബുക്കും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2007-2008 ആ ഒരു സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 2009 മുതൽ ഒന്നുമില്ല. അതെല്ലാം ഡീആക്ടിവേറ്റ് ചെയ്തായിരുന്നു ആ സമയത്ത്. ഈ പഠനത്തിന്റെ ഭാഗമായിട്ടാണോ? പഠനത്തിന്റെ ഭാഗമായിട്ടല്ലായിരുന്നു ആക്ച്വലി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ പ്രൈവസി സെറ്റിംഗ്സും ഒക്കെ വളരെ കുറവായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷനാണ് സംഭവിക്കുന്നത്. ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പൊതുവെ ചൂസ് ചെയ്താണ് എൻ്റെ സമയം അതിൽ ചെലവഴിക്കുക. നേരത്തെ പറഞ്ഞല്ലോ സമയത്തിൻ്റെ കാര്യം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇപ്പം എൻ്റെ കൂടെ എനിക്ക് റിമോട്ട്ലി അറിയാവുന്ന ഒരാൾ, ഇപ്പം എൻ്റെ കൂടെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ച ഒരു കുട്ടി ഇന്നലെ രാത്രി ആരുടെ കൂടെയാണ് പാർട്ടി ചെയ്തത് എന്നറിയേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറുമ്പോൾ അറിയാതെ ആ ഇൻഫർമേഷൻ നമുക്ക് ഫീഡ് ആവുന്നുണ്ട്, ഫോഴ്സ്ഫുള്ളി അത് ഫീഡ് ആവുന്നുണ്ട്. ആൻഡ് ഐ സ്പെൻഡ് സം ഓഫ് മൈ ടൈം ആൻഡ് മൈ എനർജി ഇൻ ടു ഇറ്റ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഊർജം എന്ന് പറയുന്നതും സമയം എന്ന് പറയുന്നതും ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശരിക്കും സ്കാറ്ററായി പോവുകയാണ്. നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് അല്ല ഞാൻ കമന്റ് ചെയ്യുന്നത്. എനിക്കത് അന്നേ ദിവസത്തേക്ക് ആവശ്യമാണോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യം നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. നോട്ട് ഓൺലി ഇൻ ടു അവർ മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ബട്ട് ഇൻ ടു അവർ ഹെഡ് ഓൾസോ. അവര് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത് നാട്ടുകാർ അറിയണമെന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പൊ അതൊന്നും ശരിക്കും നമ്മൾ അറിയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഫ്രം യുവർ പൊട്ടൻഷ്യൽ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വരെ കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നും എനിക്ക് തോന്നുന്നു സമയം, നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് കാർഡിനലായിട്ടുള്ള ഒരു ഫീച്ചർ. അപ്പം അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ലാതെ ഫേസ്ബുക്ക് ഇല്ലാന്ന് വെച്ചിട്ട് ഇപ്പം ഇത്രയും വർഷമായി, 7 വർഷമായിട്ട് ഫേസ്ബുക്ക് ഇല്ലാന്ന് വെച്ചിട്ട് ഐ ഹാവൻ ലോസ്റ്റ് എനിത്തിങ് ഇൻ ലൈഫ്. ഇപ്പോഴും എല്ലാവരുമായിട്ടും ടച്ച് ഉണ്ട്. എൻ്റെ പഴയ ഫ്രണ്ട്സ് ആണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും ദോസ് ഹു ആക്ച്വലി മാറ്റർ ടു യു, അവരെല്ലാവരും ഫേസ്ബുക്ക് ഇല്ലെങ്കിലും ദേ വിൽ ട്രൈ ആൻഡ് കീപ് ഇൻ ടച്ച് വിത്ത് യു. നമുക്ക് നമ്മുടെ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സർക്കിൾ മാത്രം മതി. തീർച്ചയായും.